ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കൽക്കി 2898 AD എന്ന് പറയുന്ന മൂവിയാണ്. കൽക്കിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അതായത് കാസ്റ്റിംഗ് ഇച്ചിരി ഹൈ ആയിട്ടുള്ളവരാണ് വന്നിരിക്കുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രഭാസ് വന്നിട്ടുണ്ട്, ദീപിക വന്നിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ വന്നിട്ടുണ്ട്, കമൽഹാസൻ വന്നിട്ടുണ്ട്, ദുൽഖർ വന്നിട്ടുണ്ട്, റാണ വന്നിട്ടുണ്ട്, അതായത് നമ്മളെ ബാഹുബലിയിലെ വില്ലൻ അവൻ വന്നിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ നിന്ന് അന്നാബെൻ, കീർത്തി സുരേഷ്, തമിഴിൽ നിന്ന് പറയുകയാണെങ്കിൽ പശുപതി, തെലുങ്കിൽ നിന്ന് പറയുകയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം അടിപൊളിയായ ഒരു ആക്ടറാണ്. ഒരു ഹ്യൂമർ ആയാലും എല്ലാം നല്ലോണം കൊണ്ടുപോകുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹവും ഉണ്ട് ഈ പടത്തിൽ. സോ ഇവരെ എല്ലാം കൂടെ വെച്ചിട്ടൊരു മാഡ് മാക്സ് സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2898 നടക്കുന്ന ഒരു സംഭവം. ഓക്കെ, അതാണ് ഈ സിനിമ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ബാക്കി പറയാം. சவுண்ட் இல்லையே. இந்த உலகத்தோட முதல் நகரம், இந்த வேர்ல்ட்லே கடைசி நகரம் காசி. மேல தண்ணி இருக்கா? பூமிய மொத்தமா உறிஞ்சா எல்லாம் அங்கத்தானே இருக்கும். இந்த உலகத்துல இருக்கிறது காம்ப்ளெக்ஸ் மட்டும்தான். கடவுள் ஒருத்தர் தான், சுப்ரீம் யாஸ்கின். நீங்க கூட இருந்தீங்கன்னா வெளியே எத்தனையோ பேரை காப்பாத்தலாம். அமிதாப் பச்சன் வேண்டியது ஒருவனை மட்டும்தான். 6000 வருஷங்களுக்கு முன்னாடி மின்னுச்சு. இப்ப திரும்ப அந்த பவர் வந்திருக்குன்னா இப்ப வெளிச்சம் வர நேரம் வந்துடுச்சு. தீபிகா படுகோன். நீ ஈண்டெடுக்க போவது வெறும் உயிரை அல்ல, ஒரு சிருஷ்டியை. நான் காப்பாற்றுவேன். இதை எப்படியாவது தடுக்கணும். பொழுது விடிஞ்சதும் ஃபைட் எதுக்கு போச்சு? பிரபாஸ் எவ்வளவு நல்ல கனவு கண்டுட்டு இருந்தேன். അതൊരു AI കാറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 1 மில்லியன் யூனிட்ஸ் உங்ககிட்ட இருக்காடா? எதுவுமே இல்ல. அங்க எத்தனை பேருக்கு நீ ஹீரோ தெரியுமா? என் கூட வா. யூனிட்ஸ் ஜாஸ்தி கிடைக்குமா? அது போய் உன்னை தவிர உனக்கு வேற யாரையும் பிடிக்காது பைரவா. உலகத்துல ஒரே ஒரு சைடு தான், உன் சைடு. பைரவா புஜ்ஜி புஜ்ஜி. ஹை ஹை, எனக்கு அந்த பொண்ணு வேணும். பாயிண்ட் என்னன்னா என்னால மட்டும்தான் அவளை கூட்டிட்டு வர முடியும். அவ்வளோ ஷூரா? ரெக்கார்ட்ஸை பார்த்துக்க. இது வரைக்கும் ஒரு ஃபைட்லயும் தோத்து போல. உங்க யுத்தம் மறுபடியும் അമിതാഭ് ബച്ചനുമായിട്ടുള്ള ഫൈറ്റ് ആണോ? இதுலயும் தோக்க மாட்டேன். പൊളിക്കും കേട്ടോ തിയേറ്ററിൽ. കാര്യം സൗണ്ടും വർക്കും ഒക്കെ അടിപൊളി. ഓ, അത് പൊളി കേട്ടോ. ആ 2-3 സീൻ മലയാളത്തിൽ നിന്ന് നമ്മൾ பசுபதி மலையாளத்தில் இருந்து குறை பேருண்டு கேട്ടോ. இன்னும் இந்த உலகத்திலே பிறக்காத இந்த ஒரு உயிருக்காக எத்தனை பேர் இங்க பலியாகணும்? கமல்ஹாசன் பயப்படாது, புது பிரபஞ்சம் வந்துகிட்டு இருக்கு. உலக நாயகன். ഓ, രാഗാശ്വിന്റെ 3 വർഷത്തിന് ശേഷമുള്ള പടമാണ് വരാൻ പോകുന്നത്. മെയിനായിട്ട് റോളുകൾ ചെയ്തേക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, തമിഴിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും പടം റിലീസാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ട്രെയിലറായിട്ട് കാണുന്നവരെ ബൈ.